സുരേഷ് കൃഷ്ണ എന്നറിന്റെ ശബ്ദം. ഹലോ ജോജി, നീ എവിടെ? ഞാനിവിടെ കൊച്ചിയിലുണ്ട്. എടാ, ഈ പെണ്ണെന്ന് പറഞ്ഞ സാധനത്തിന് വേണ്ടി നമ്മളിടയ്ക്കും തമ്മിലിടരുത്, വാശി പിടിക്കരുത്. ഒരുത്തി പോയാൽ മറ്റൊരുത്തി. എന്റെ കാര്യത്തിൽ പെണ്ണൊരു ഇഷ്യൂ അല്ല. നിനക്കറിയോ, ആ മന്ദിരം വളവച്ച് ഒരുപാട് കാശുണ്ടാക്കാൻ വരുന്നു. എല്ലാം നശിപ്പിച്ചില്ലേ നിന്റെ ചായൻ. ഇന്ന് നാം ഹലോ റേഡിയോ അതിഥിയിൽ പരിചയപ്പെടുന്നത് മിമിക്രിക്കാരനും ഗായകനും ഒപ്പം തന്നെ കോമഡി ഫെസ്റ്റിവൽ തുടങ്ങിയ ഒരുപാട് ചാനൽ ഷോകളിലൂടെ നമുക്ക് എവർക്കും സുപരിതനായ സുവനീഷ് പട്ടാമ്പിയാണ്. സുവനീഷ് പട്ടാമ്പിക്ക് ഒരുപാട് കഴിവുകളുണ്ട്, നമുക്കറിയാം. പറഞ്ഞാൽ തീരാത്തത്ര കഴിവുകളുള്ള പ്രതിഭയായ സുവനീഷ് പട്ടാമ്പിയെ ഹലോ റേഡിയോയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. നമസ്കാരം. അപ്പോൾ സുവനീഷ് ഇപ്പോൾ എങ്ങനെയാണ് അറിയപ്പെടാൻ ആഗ്രഹം? ഒരു മിമിക്രിക്കാരനായിട്ടാണോ, ഒരു ഗായകനായിട്ടാണോ, അതൊരു നാടൻ പാട്ടുകാരനായിട്ടാണോ? എങ്ങനെയാണ് അറിയപ്പെടാൻ ആഗ്രഹം? ഒരു നല്ല കലാകാരൻ എന്ന രീതിയിലാണ് എനിക്ക് അറിയപ്പെടാൻ ആഗ്രഹം. തികഞ്ഞ കലാകാരൻ. ഓക്കെ. അപ്പോൾ ഒരു തനിമയുള്ള കലാകാരനായിട്ട് വരുമ്പോൾ തന്നെ എങ്ങനെയാണ് നാടൻ പാട്ടിലൂടെയാണോ ഈ വേദിയിലേക്കൊക്കെ വരുന്നത്? ഞാൻ ശരിക്കും പറഞ്ഞാൽ ആദ്യം എന്ന് പറയുന്നത് ശരിക്കും സ്കൂൾ കാലഘട്ടങ്ങളിലൊക്കെ മിമിക്രിയാണ് മെയിനായിട്ട്. 5, 6, 7 പഠിക്കുന്ന സമയത്ത് മിമിക്രി ആയിരുന്നു മെയിനായിട്ട് ഉണ്ടായിരുന്നത്. പിന്നെ ഇങ്ങനെ കുറച്ച് പാടും, അങ്ങനെ പിന്നെ വീട്ടിൽ അച്ഛൻ അമ്മയൊക്കെ ചെറുതായിട്ട് അങ്ങനെ പാടും. പാരമ്പര്യമായിട്ട് പാട്ടുകാരാണ്. അപ്പോൾ അങ്ങനെ പിന്നെ പാട്ടിനോടും കുറച്ച് കമ്പായി, അങ്ങനെ നാടൻ പാട്ടുകളായി. മിമിക്രി ഇഷ്ടപ്പെടാനുള്ള കാരണം എങ്ങനെയാണ്? മിമിക്രി ഇഷ്ടപ്പെടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താ എനിക്കറിയില്ല. ആദ്യം മുതലേ മിമിക്രിയോട് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒരുപാട് ജയറാമേട്ടനൊക്കെ ആ സമയത്തൊക്കെ അനുകരിക്കുന്ന നമുക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അങ്ങനെ മിമിക്രി ഒരുപാട് ഇഷ്ടമായി. പിന്നെ ബോണായിട്ട് തന്നെ ജനനത്തിൽ തന്നെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലൊരു മിമിക്രിക്കാരനാവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നിരിക്കണം. ചിലപ്പോൾ അതായിരിക്കാം. ഈ പ്രകൃതിയിലെ പക്ഷി മൃഗാദികളുടെ ശബ്ദം അങ്ങനെയൊക്കെയാണോ മിമിക്രിയിലേക്ക് വരുന്നത്? ആദ്യമൊക്കെ ഞാൻ അങ്ങനെ വന്നേക്കണേ. ആദ്യമൊക്കെ ചെറുപ്പത്തിലൊക്കെ പിന്നെ മെയിനായിട്ട് അങ്ങനെയാണല്ലോ. പണ്ട് സുപ്രഭാതം പൊട്ടി വരിക, പിന്നെ കുതിര, അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടാണ്. പിന്നെ പക്ഷെ അതിനെ കുറവായി കണക്കാക്കേണ്ടതില്ല. അതിൽ തന്നെ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള നമ്മുടെ പ്രതിജ്ഞൻ പോലുള്ള ആളുകൾ പ്രതിജ്ഞനൊക്കെ ഒരു ഭയങ്കര സംഭവമല്ലേ. ശരിക്കും പ്രകൃതിയെ തന്നെ ആവാഹിച്ചുകൊണ്ട് ചെയ്യുന്നവരുണ്ട്. അത് നമ്മൾ ചെയ്യുന്നതിൽ എനിക്ക് തോന്നുന്നു ഒരു വളരെ പെർഫെക്ഷനോടുകൂടി ചെയ്യുന്ന എന്തും കലാകാരനെ യുക്തം. അത് പാട്ടായാലും മിമിക്രി ആയാലും അല്ലേ. പിന്നെ പാട്ടിലേക്ക് വരുന്നത് ഒരു ഏത് കാലഘട്ടത്തിലായിരിക്കും പാട്ടിലേക്കൊക്കെ വരുന്നത്? പാട്ടിലേക്ക് വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ആ ഒരു സമയത്ത് തന്നെയാണ്. കുറച്ചും കൂടി ഒരു 6, 5, 6, 7 പഠിക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെ പാട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ പാടും. റേഡിയോ ഒക്കെ നന്നായിട്ട് കേൾക്കുമായിരുന്നു. വീട്ടിൽ റേഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ റേഡിയോയിൽ ഇങ്ങനെ പാട്ടുകളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ അതിൻ്റെ ഒപ്പം ഇങ്ങനെ പാടും. കേൾവിയും വായനയൊക്കെ ഉണ്ടായിരുന്നോ? വായനയൊക്കെ ഉണ്ട്. ആ സമയത്തൊക്കെ കുറച്ചുണ്ടായിരുന്നു. വായനയും കേൾവിയൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കുന്നു പറഞ്ഞത് അതൊരു സത്യം തന്നെയാണല്ലേ. ശരിക്കും കലാകാരന്മാർക്ക് വായനയും കേൾവി ഇപ്പോഴും വായന ഒരു പ്രധാന ഘടകം തന്നെയാണ് നമുക്ക് അറിവുകൾക്ക് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഇങ്ങനെ പാട്ടിലേക്ക് വരുന്ന സമയത്തൊക്കെ പാടിയിരുന്ന ഒരു പാട്ട് ഏതായിരിക്കും? പാട്ടിലേക്കൊക്കെ വരുമ്പോൾ അങ്ങനെ പിന്നെ എനിക്ക് ഓർമ്മയുള്ളതെന്ന് വെച്ചാൽ ഞാൻ ഹൈസ്കൂൾ കാലഘട്ടങ്ങളിലൊക്കെ കുറച്ചും കൂടി ഇങ്ങനെ ഇൻവോൾവ് ആവുന്ന സമയമാണല്ലോ. ഏകദേശം ഞാൻ വാരണാകുറിച്ചി ഹൈസ്കൂളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മളെ കൊണ്ട് എപ്പോഴും സാറുമാരങ്ങനെ പാടിക്കുക. അപ്പോൾ ഒരു 8, 9, 10 കാലഘട്ടം പ്ലസ് 2 വരെ ഉണ്ടായെങ്കിലും നമുക്ക് നമ്മുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള കാലഘട്ടം 8, 9, 10 ഭയങ്കര സംഭവമായിരുന്നു. അവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ പിന്നെ സബ് ജില്ലയിലേക്കും ജില്ലയിലൊക്കെ പോണതൊക്കെ മത്സരങ്ങൾക്കൊക്കെ. അതെ അതെ. അപ്പോൾ ആ കാലത്ത് പാടിയിരുന്നൊരു പാട്ട് നമുക്ക് ശ്രോതാക്കൾ കട്ടെന്ന് പാടിയല്ലോ, ഒന്ന് ഓർത്തെടുത്തിട്ട്. ആ കാലഘട്ടത്തിൽ പാടിയിരുന്ന പാട്ട് കുറേ പാട്ടുണ്ടായിരുന്നു. പിന്നെ എങ്കിലും ഇഷ്ടപ്പെട്ട ഒരു സിനിമ പാട്ട് തന്നെ നമുക്ക് ആ സമയത്തൊക്കെ സിനിമ പാട്ട് പിന്നെ സാറുമാരൊക്കെ മറ്റേ നിറത്തിലെ പാട്ടൊക്കെ ഇങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് പാടാമോ ശ്രോതാക്കൾ കേട്ടെന്ന്? ഒരു പുഷ്പം മാത്രമെൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. ഒരു ഗാനം മാത്രമെൻ ഹൃദയത്തിൽ സൂക്ഷിക്കാം, ഒടുവിൽ നീ എത്തുമ്പോൾ ചെവിയിൽ മൂളാം. ഒരു മുറി മാത്രം തുറക്കാതെ വയ്ക്കാം ഞാൻ, അതിഗൂഢമെന്നോടെ ആരാമത്തിൽ. സ്വപ്നങ്ങൾ കണ്ടു നിനക്കുറങ്ങിടുവാൻ, പുഷ്പത്തിൻ തൽപ്പമൊന്ന് ഞാൻ വിരിക്കാം. ഒരു പുഷ്പം മാത്രമെൻ
പിന്നീട് വളരെ ഗൗരവതരമായിട്ടുള്ള കലയോട് അടുക്കുന്നു അതെ, അല്ലേ? കലയോട് അടുക്കുന്നു. അങ്ങനെയാണ്. ആ കലയോട് അടുക്കുമ്പോൾ തന്നെ ഈ കോമഡി ഉത്സവം ആണല്ലോ താങ്കൾ പ്രസിദ്ധനാക്കുന്നത്. എങ്ങനെയായിരുന്നു അതിന്റെ ആ ഒരു വഴിത്തിരിവിനെ കുറിച്ച്? അത് കുറെ വർഷക്കാലം ഇങ്ങനെ ചാനലിൽ മോൻ കാണിക്കാന്നുള്ള വലിയ ആഗ്രഹമായിരുന്നു. അപ്പൊ ഏകദേശം ഒരു 8-9 വർഷത്തോളം ഇങ്ങനെ ഇതിന്റെ പിന്നാലെ ഉണ്ട്. പിന്നെ കൈലട്ടിയുടെ ഗന്ധർവ സംഗീതം, സ്റ്റാർ സിംഗറിന്റെ കുറെ ഇതിന് പോയിട്ടുണ്ടായിരുന്നു, ഓഡീഷൻസ് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ സൂപ്പർ സിംഗറിന് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരുപാട് പോയിട്ടാണ് പിന്നെ അവസാനം ഒരു 2017 ആ സമയത്തൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ കോമഡി ഉത്സവത്തിന് ഒരു എത്തണത്. അപ്പം ആദ്യത്തെ ഒരു 4-5 ഓഡീഷൻസ് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കിട്ടിയില്ല. പിന്നെ ഏകദേശം കിട്ടിയിട്ട് ഷൂട്ട് വെച്ചതിൻ്റെ ഒരാഴ്ച മുന്നേക്കാണ് അച്ഛൻ മരിക്കണതൊക്കെ. അപ്പം പിന്നെ അതോടെ ബ്ലോക്കായി. പിന്നെ എങ്ങനെയൊക്കെ എത്തണം എന്നുള്ള ആഗ്രഹമുള്ളത് നമുക്ക് എന്തായാലും ഇതിൻ്റെ പിന്നാലെ ഉണ്ടല്ലോ, എങ്ങനെയും എത്തിപ്പെടണം. ആ ഒരു ആഗ്രഹത്തിൻ്റെ മുകളിൽ പിടിച്ച് എത്തിയതാണ്. ആഗ്രഹം, ലക്ഷ്യം തന്നെയാണ് പ്രധാനം. നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു കലാകാരനാവുക എന്ന് തന്നെയാണ്. അതെ അതെ. ഇന്നൊക്കെ എന്താ വെച്ചാൽ നമുക്ക് വൈറലായിട്ടുള്ള ആളുകളെ വിളിച്ച് ഇതായിരുന്നു. പക്ഷെ ഞാനൊക്കെ അങ്ങനെ ഓഡീഷൻ പോകുമ്പോൾ ഏകദേശം 5000-ന് മേലെ ആൾക്കാരുണ്ടായിരുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ അന്ന് കോമഡി ഉത്സവത്തിൽ അവതരിപ്പിച്ചത് എന്തൊക്കെയാണ്? അന്ന് ഈ പറഞ്ഞ പോലെ മിമിക്രി കോമ്പറ്റീഷൻ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഏകദേശം ഒരു 3 താരങ്ങൾ എടുക്കുക, അങ്ങനെ കോമ്പറ്റീഷൻ പോലെ ചെയ്യായിരുന്നു. ഞാൻ അന്ന് പിന്നെ കോമ്പറ്റീഷൻ ചെയ്തേക്കുന്നത് ശിവജി ഗുരുവായൂരിന്റെ വോയിസ് ഒക്കെ ആയിരുന്നു. ഓക്കെ, അത് ഓർക്കുന്നുണ്ടോ? അപ്പോൾ ഉണ്ട്, ഒന്ന് ചെയ്യാലോ. ശിവജിയേട്ടൻ്റെ ഡയമണ്ട് നെക്ലസ് എന്ന സിനിമയിലെ ഡയലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അരുൾ ചായ കുടിച്ചോ? അയാൾക്ക് കൊടുക്കല്ല, എന്താ കൊടുക്കുക. ദേ സന്തോഷമായിക്കോട്ടെ. കേട്ടോ അരുൺ, നിങ്ങൾ തറവാടുകളായതുകൊണ്ട് ഒന്നും അങ്ങോട്ട് ചോദിക്കണ്ടായല്ലോ. പക്ഷേ അറിഞ്ഞങ്ങോട്ട് തരാന്നുള്ളത് ഞങ്ങളുടെ തറവാടത്തം. എന്താ പുഴമ്പറം പാടത്ത് ഒരു 10 പറക്കം തരണ്ട്. ഇപ്പോൾ വലിയ വില ഒന്നുമില്ലെങ്കിലും ഭാവിയിൽ ആർക്ക് ക്ഷാമം ഉണ്ടാവണ കാലത്ത് പൊന്നും വില കിട്ടും. അത് രാജസഭ ഇറക്കേണ്ട പ്രമാണാക്കിയിട്ടുണ്ട്. പിന്നെ ധനലക്ഷ്മി ബാങ്കിൽ ഒരു FD ഉണ്ട്, 25,000 രൂപ തികച്ചും അതിലുണ്ട്. പിന്നെ മുറ്റത്ത് കിടക്കുന്ന കാറ് 1984 ഞാൻ വാങ്ങുമ്പോൾ പുതുപുത്തനായിരുന്നു. രാജശ്രീയെ ദുബായ്ക്ക് കൊണ്ടുപോകാനുള്ള പരിപാടി ഉണ്ടാവുമല്ലോ അല്ലേ? മനോഹരമായിട്ടുള്ള ശബ്ദമാണ് ശരിക്കും. നമുക്ക് ശിവജിയുടെ ശബ്ദം തന്നെ നമുക്ക് വളരെ സുപരിചിതമാണ്. അപ്പൊ അത് അന്ന് നല്ല കൈയടി കിട്ടിയ ഒരു. അതെ അതെ അതെ, അന്ന് ഒരുപാട് പേര്. പിന്നെ ഞാൻ അതിന്റെ സ്പോട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം നല്ല വൈറലായിരുന്നു അതൊക്കെ. തീർച്ചയായിട്ടും. അപ്പോൾ അതിൽ അന്ന് കാലത്ത് താങ്കൾ ചെയ്യുന്ന കുറെ സിനിമയുടെ മ്യൂസിക്കുകളായിട്ട് ബന്ധപ്പെട്ടുള്ള കുറെ സംഭവങ്ങൾ ചെയ്തിരുന്നു അല്ലേ? അതെ അതെ, സ്റ്റേജിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഒന്ന് ശ്രോതാക്കൾ കേട്ടാന്ന് ചെയ്താൽ. എന്നിട്ട് വിസിലിംഗ് സ്റ്റൈലിലായിരുന്നു. അത് പശ്ചാത്തല സംഗീതം അല്ലേ? ശരിക്കും സിനിമകളിലെ പശ്ചാത്തല സംഗീതങ്ങൾ ഏറ്റവും നമ്മുടെ മനസ്സ് സൂക്ഷിക്കുന്ന കുറെ കൃത്യമായിട്ട് നമുക്ക് ഓർത്തെടുക്കാൻ ആ സിനിമ എന്താന്നുള്ളത് സിഗ്നേച്ചറാണ് ശരിക്കും. സിഗ്നേച്ചർ മ്യൂസിക് ഒന്ന് ചെയ്യാമോ? കിലുക്കം എന്ന സിനിമയിലെ മ്യൂസിക്. അതുപോലെ തന്നെ മറ്റൊരു മ്യൂസിക് ഉണ്ടല്ലേ ശരിക്കും, വന്ദനം എന്ന് പറഞ്ഞ സിനിമയിലല്ലേ? കുറെ ചെയ്യാറുണ്ട് ഇങ്ങനെ. അത് 1-2 ശബ്ദങ്ങൾ അങ്ങനെ ചെയ്യാം. അതെ അതെ അതെ, വന്ദനത്തിലെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മ്യൂസിക്കാണ്. എപ്പോഴും ഭയങ്കര പെട്ടെന്ന് കേട്ടാൽ തന്നെ നമുക്ക് ഈ മ്യൂസിക്കുകളൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ആ സിനിമ ഇതാണെന്നുള്ളത് അടയാളപ്പെടുത്തുന്ന മ്യൂസിക്കുകളാണ്. ഇപ്പോൾ അത്തരത്തിലുള്ള മ്യൂസിക്കുകൾ വരുന്നുണ്ടോന്ന് എനിക്ക് ഉറപ്പില്ല. എങ്കിലും അന്നൊരു കാലത്ത് അങ്ങനെയായിരുന്നു. ജോൺസൺ മാസ്റ്റർ തുടങ്ങിയിട്ടുള്ള കുറെ ആളുകളായിരുന്നു അതൊക്കെ വക്താക്കൾ. അതെ, വന്ദനത്തിലെ മ്യൂസിക് ചെയ്യാം. ഇപ്പൊ ഒരു മിമിക്രിക്കാരനായി തന്നെയാണോ മുന്നോട്ട് പോകുന്നത്? അതെ, ഇപ്പൊ മിമിക്രി മാത്രമല്ല, ഇപ്പൊ നാടൻപാട്ട് രംഗത്തും ചെയ്യുന്നുണ്ട്. ഞാൻ ഇപ്പൊ 10 വർഷത്തോളമായിട്ട് നമ്മുടെ പ്രേംപ്രസാദ് മാഷിന്റെ ജനനയന എന്ന് പറഞ്ഞ ടീം വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ കേരളത്തില് കുറച്ച് ടീമുകളിൽ പോകുന്നുണ്ട്. പിന്നെ അങ്ങാടിപ്പുറത്തുള്ള പൊൻചിലിമ്പ് എന്ന് പറഞ്ഞ ടീമുണ്ട്. കുന്നംകുളത്തിന് അഗ്നി ബാൻഡ് ഉണ്ട്. ഫ്രീലാൻസ് ആയിട്ട് ചെയ്യുന്നത്. അതില് കൂടുതലും ആങ്കറിങ് ചെയ്യാറുണ്ട്. പിന്നെ സ്റ്റാർ ഇമിറ്റേഷൻ, അതുപോലെ നാടൻപാട്ടുകള്. സ്വന്തമായിട്ട് ഒരു ടീം ഏതെങ്കിലും? സ്വന്തമായിട്ട് ടീം എന്ന് പറഞ്ഞാൽ എനിക്ക്
ഗാനമേള ടീമുണ്ട്. ഞാനും എൻ്റെ സുഹൃത്തും ചെയ്യുന്ന അജിയും ചെയ്യുന്ന ഒരു ടീമുണ്ട്, ദ വോയിസ് ഓർക്കസ്ട്ര പട്ടാമ്പി എന്ന് പറഞ്ഞിട്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അത് കുറച്ച് വർഷമായി, ഏകദേശം 10 വർഷത്തിന് മേലെ അതും ചെയ്യുന്നു. പിന്നെ നാടൻപാട്ട് ടീം ഇപ്പോൾ അങ്ങനെ കുറച്ചായിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഇടയിൽ കൂടെ ഭൈരവ എന്ന് പറഞ്ഞിട്ടൊരു ബാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ നമ്മൾ ഈ ഒരു കലയിലേക്ക് രംഗത്തേക്ക് ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് ഉപജീവനത്തിനായിട്ട് മുഴുവൻ ഈ ഒരു കല കൊണ്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇല്ല, അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഇപ്പം പല ആളുകൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കലയുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ നമ്മൾ ഇതിനൊരു അഭിനിവേശമാണ് കൂടുതലായിട്ട്. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഇത് നമുക്ക് വിട്ടുപോകാൻ പറ്റില്ല. പല ആളുകളും നമ്മൾ പറയാറുണ്ട് എന്തിനാണ് അതൊക്കെ കുറേ ആൾ കഷ്ടപ്പെടും. നമ്മളെന്താ വെച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് ഇതുകൊണ്ടൊരു വലിയ ഉപകാരം ഉണ്ടാവും എന്നുള്ളൊരു ആത്മവിശ്വാസമുണ്ട്. കാരണം അത്തരത്തിലുള്ള എന്താണ് താങ്കൾ ഇതിൽ നിന്ന് വളർന്ന് മറ്റൊരു രീതിയിലേക്ക് ഏതൊരു തലത്തിലേക്കാണ് ആഗ്രഹം? സിനിമയാണോ? സിനിമയാണ്. ശരിക്കും പറഞ്ഞാൽ നടനാവുക എന്നുള്ളത് വലിയൊരു ഡ്രീമാണ്. ഏകദേശം ഒരു 50-ൽ പരം ഓഡീഷൻസ് കഴിഞ്ഞു. അപ്പോൾ അതിന് പിന്നാലെ അങ്ങനെ ഇടയിൽ കൂടെ പോകുന്നുണ്ട്. പിന്നെ ഇപ്പം എന്താ വെച്ചാൽ നമ്മൾ ചില സമയമാണല്ലോ, നമുക്കൊരു സമയം വരാനുണ്ടാവും. ഒരു സിനിമാ നടനാവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആഗ്രഹം. ഞാൻ ചോദിച്ചു വന്ന് മറ്റൊന്നുമല്ല, ചിലപ്പോഴൊക്കെ ഉപജീവനത്തിനായിട്ട് നമുക്കൊരു 6 മാസം സീസണുകളാണല്ലോ ശരിക്കും. ഇപ്പൊ എനിക്ക് തോന്നുന്നു സീസൺ ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? ഇപ്പൊ ഏകദേശം അങ്ങനെ തുടങ്ങി വെക്കുന്നുണ്ട്. അല്ല, ഞാൻ ചോദിക്കുന്നത് പണ്ടെന്ന് പറഞ്ഞാൽ മഴക്കാലം അങ്ങനെ ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്താ വെച്ചാൽ അല്ലാത്ത സമയത്ത് നാട്ടിലെ പണിക്ക് പോകാറുണ്ട്, തേപ്പിന്റെ ഒക്കെ പണിക്ക് പോകും ജോലികൾക്കായിട്ട്. അതെ അതെ അതെ, അതും കുറവാണ്, ഇപ്പൊ പണികളും കുറവാണ്. അതിജീവനത്തിനായിട്ട് എന്ത് ജോലിയും ചെയ്യാം. ഒരു കലാകാരൻ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു സാധാരണ മിമിക്രിക്കാരൻ എന്ന് വെച്ചാൽ ഏത് തരം ജോലിയും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരാളാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മിമിക്രി എന്ന കല അത്രയും ഇപ്പോൾ അംഗീകാരം നേടിയിരിക്കുകയാണ് സംഗീത നാടക അക്കാദമിയുടെ. അത് ശരിക്കും നമുക്ക് അഭിമാനിക്കേണ്ടതാണ്, തീർച്ചയായിട്ടും അഭിമാനിക്കേണ്ടതാണ്. അല്ല, ഒരുപാട് കൊല്ലങ്ങൾക്ക് മുമ്പ് നേടേണ്ടതാണ്, എങ്കിൽ കൂടി ഇപ്പം നേടിയിരിക്കുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ മിമിക്രി കലാകാരന്മാർ ഒത്തുചേർന്ന് ഒരു ഒരുമയായിട്ട്, ഇപ്പോൾ എനിക്ക് തോന്നുന്നു കോമഡി ഉത്സവം പോലുള്ള ചില പരിപാടികളിൽ മാത്രമാണ് ഒത്തുചേർന്ന്, അല്ലെങ്കിൽ പലയിടത്തായിട്ട് ചിതറിക്കിടക്കാണല്ലോ മിമിക്രി കലാകാരന്മാർ. അപ്പോൾ അവരെ ഒത്തുകൂടി ഒരു സംഘം ആക്കിയിട്ട്, സംഘടനകളൊക്കെ ഉണ്ട്, ഒരുപാട് സംഘടനകളിൽ കൂടിയിട്ട് പലപ്പോഴും ഒരു സഹകരണത്തിൻ്റെ ഒരു കുറവ് തോന്നിയിട്ടുണ്ടോ? ഉണ്ട്. തീർച്ചയായിട്ടും. നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്നു ഈ തൃശ്ശൂർ ജില്ലയിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പാലക്കാട് ജില്ലയിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് കലാകാരന്മാരുണ്ട്. ഇവർ കുറച്ച് പേരെങ്കിലും ഒത്തുചേർന്ന ഒരു വലിയ സംഘമായി തീർന്നാൽ അവരെ ചെറുക്കാനായിട്ടുള്ള ഒരു ശക്തി ചിലപ്പോൾ മറ്റ് ചിലർക്ക് ഉണ്ടാവുമെന്ന് വരില്ല അല്ലേ? പക്ഷെ ഇവരെന്ത് കൊണ്ടാണ് ഒത്തുചേരാത്തെന്ന് എനിക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല. പല ആളുകൾക്കും പല മൈൻഡാണല്ലോ. ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് ഒരു ഈഗോ മനസ്സിലായി ശരിക്കും ഞാൻ ഒരു കലാകാരനാണ്. അതെ, അങ്ങനെ ഒരു ഈഗോ അംഗീകരിക്കാത്ത ഒരു സംഭവം അതുണ്ട് പല ആളുകൾക്ക്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ അങ്ങനെ ഉള്ളിലേക്ക് അങ്ങനെ എടുക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം എത്രയോ നമ്മളെക്കാൾ ടാലന്റ് ഉള്ള ഒരുപാട് പേരുള്ള ആളുകളുള്ള നമ്മൾ എത്രയോ മിമിക്രി ആയിക്കോട്ടെ, മറ്റേത് മേഖലയിലോ കുഞ്ഞു കുട്ടികൾ ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ശരിക്കും അങ്ങനെ ചിന്തിച്ചാൽ മതി. നമ്മളൊന്നുമല്ല. അപ്പോൾ ചെറുത് വളരെ നമ്മളെക്കാൾ എത്രയോ ബെറ്റർ ആയിട്ടുള്ള ആളുകളുള്ളപ്പോൾ നമ്മൾ എന്തിനാ അഹങ്കരിക്കണം? എത്ര വരാനിരിക്കുന്നു. ഇപ്പോഴും നമ്മൾ അറിയുന്നില്ല. ഇപ്പൊ നമ്മളിപ്പോ ഓരോ വീഡിയോ കാണുമ്പോഴാണ് എത്രയോ വലിയ വലിയ കലകളുള്ള ആളുകളുണ്ട്. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അതൊന്നും അതിലൊന്നും കാര്യമില്ല. എനിക്ക് തോന്നുന്നത് അതാണെന്ന് തോന്നുന്നു. നമ്മൾ മറ്റുള്ള, അതായത് നമ്മളിൽ മാത്രം ഒതുങ്ങിക്കൂടുന്നവരാണ് കലാകാരന്മാർ, മറ്റുള്ളവർക്ക് ചിന്തിക്കുന്നില്ല. ഞാനിപ്പോൾ താങ്കളോട് സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും താങ്കളിലെ കലയാണ് ഞാൻ ബഹുമാനിക്കേണ്ടത്. ബഹുമാനിക്കുക, അംഗീകരിക്കുക എന്നൊക്കെ പറഞ്ഞൊരു സത്യമാണെന്ന് തോന്നുന്നു അല്ലേ? അത്തരത്തിൽ കലാകാരന്മാർക്കുള്ള ഒരു ഈഗോ ഉണ്ടെന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പല ആളുകൾക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞ പോലെ ഈ ചിന്ത ഉണ്ടായാൽ മതി. ഒന്നുമല്ല എന്നുള്ള ചിന്തിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. അല്ല, നമ്മളെക്കാൾ നമുക്ക് ചെയ്യാനുള്ളത് ചെയ്യാം, നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യുക. അതൊരു വലിയ കാര്യം തന്നെ. ഇപ്പൊ നമുക്ക് നമ്മുടെ കലയിൽ എന്ത് ചെയ്യാൻ പറ്റും? അതെ, കാരണം നമ്മുടെ കഴിവാണല്ലോ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. തീർച്ചയായിട്ടും. അപ്പൊ ആ കഴിവിൽ നമുക്കത് ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും ലെവലിൽ നമ്മൾ കീപ്പ് ചെയ്യുക. പിന്നെ നമ്മുടെ എല്ലാത്തിന്റെ അടിസ്ഥാനം ക്യാരക്ടറാണ്. ഇത് ചിലപ്പോൾ എനിക്ക് സ്പോർട്സിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു തലത്തിലുള്ള ഒരു സംഭവം. അതായത് നമ്മൾ ഓടിക്കൊണ്ട് പോകുമ്പോൾ തന്നെ തിരിഞ്ഞു നോക്കും. അതെ, എൻ്റെ ഒപ്പം വരാനായിട്ട് അല്ലെങ്കിൽ എന്നെ വെട്ടിക്കാനായിട്ട് ആരാണ് വരുന്നത് എന്ന് നോക്കുന്ന ആ ഒരു തരത്തിന്റെ ആവശ്യമില്ലല്ലോ. നമ്മൾ ഓടുക, മുന്നോട്ട് ഓടുക. അപ്പൊ ആ യാത്രയിൽ നമ്മുടെ ലക്ഷ്യം കണ്ടെത്തും അല്ലേ? അതെ, തീർച്ചയായിട്ടും. പിന്നെ എന്താ വെച്ചാൽ ഒന്നും കൂടി നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകളുടെ കഴിവെല്ലാം കൂടി നമ്മൾ പ്രോത്സാഹിപ്പിക്കുക, അത്ര മതി. അവർക്കൊരു കഴിവുണ്ട് എന്നത് നമ്മൾ അംഗീകരിക്കണം. അവരെ മാക്സിമം നമ്മൾ കൂടെ നിർത്തുമ്പോൾ നമ്മളും കുറച്ചും കൂടി അറിവുള്ളവരായിട്ട് മാറും. തീർച്ചയായിട്ടും. അപ്പം നമുക്ക് താങ്കൾ വന്ന വഴിയിൽ തന്നെ നമ്മുടെ വീട്ടിൽ പാട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഈ എന്താണ് നിങ്ങളുടെ ഒരു കുലത്തൊഴിൽ അങ്ങനെ പാട്ട്? ഞങ്ങള് സാമുദായികപരമായിട്ട് അങ്ങനെയാണ്. ഞങ്ങൾ പറയ സമുദായമാണ്. അപ്പോൾ ഞങ്ങൾ എന്താ വെച്ചാൽ ആചാരാനുഷ്ഠാനങ്ങളിലൊക്കെ കുറേ ഉണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഇപ്പം അച്ഛനായാലും തറവാട്ടിലൊക്കെ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ട്രഡീഷണൽ ആയിട്ട് കുറേ കാര്യങ്ങളുണ്ട്. മരം കൊട്ട് പാട്ടുണ്ട്, പിന്നെ കേത്രാട്ടം പറയും, മട്ടമുടിയാട്ടം,
ശരിക്കും പറയുന്നത് ആ നാടൻ കല, നാടൻ പാട്ടുകൾ എന്ന് പറയുന്നത് അതൊക്കെ തന്നെയാണ്. അതെ, ഒരു തീർച്ചയായിട്ടും. ഗോത്രത്തിന്റെയോ അല്ലെങ്കിൽ സംസ്കാരത്തിന്റെയോ ഭാഗമായിട്ട്. അപ്പൊ അത്തരത്തിലുള്ളൊരു സാംസ്കാരികമായിട്ട് നമ്മുടെ സംസ്കാരത്തോട് അലിഞ്ഞു ചേർന്നിട്ടുള്ളത്, നാട്ടിൽ അലിഞ്ഞു ചേർന്ന നാട്ടുപാട്ടുകളാണ്. അത്തരത്തിലുള്ളൊരു പാട്ട് നമുക്ക് ശ്രോതാക്കളായിട്ടൊന്ന് പാടാം. അത്തരത്തിലുള്ള പാട്ട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ മരംകൊട്ട് പാട്ട്, അത് നല്ല ഒരുപാട് പഴക്കം ചെന്ന ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് മരംകൊട്ട് പാട്ട് പാടാം. താലം താലാലും 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 താലാലേ, താലം താലാലും 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 താലാലേ. പുത്തം പറമ്പോടെ 18 കുന്നേറി കല്ലിട്ടും അതിലരികെ ലെണ്ടുണ്ണിയൊരിച്ചാച്ചൻ കുഞ്ഞാഞ്ഞ കല്ലെട്ടാൻ പോയിട്ടുണ്ട്. പുത്തം പറമ്പോടെ 18 കുന്നേറി കല്ലിട്ടും അതിലരികെ ലെണ്ടുണ്ണിയൊരിച്ചാച്ചൻ കുഞ്ഞാഞ്ഞ കല്ലെട്ടാൻ പോയിട്ടുണ്ട്. കല്ലെട്ടി മടങ്ങി വരുമ്പോ കൊണ്ടരാൻ പറഞ്ഞിട്ടുണ്ടേ, കാതിലേക്കൊരു കാത്തോടെ ഞാനിന്ന് കൊണ്ടരാൻ പറഞ്ഞിട്ടുണ്ടേ. കല്ലെട്ടി മടങ്ങി വരുമ്പോ കൊണ്ടരാൻ പറഞ്ഞിട്ടുണ്ടേ, കാതിലേക്കൊരു കാത്തോടെ ഞാനിന്ന് കൊണ്ടരാൻ പറഞ്ഞിട്ടുണ്ടേ. താലം താലാലും 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 താലാലേ, താലം താലാലും 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 താലാലേ. നിങ്ങളുടെ പ്രോഗ്രാമിലൊക്കെ ഇത്തരം പാട്ടുകൾ ഉപയോഗിക്കാറുണ്ടോ? തീർച്ചയായിട്ടും. നാടൻ പാട്ടുകളൊക്കെ നമ്മൾ അതിനുള്ള വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ കരിങ്കാളിയാട്ടം. അപ്പോൾ ഞാൻ ഈ നാടൻ പാട്ടുകളെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് വേറെ അതുപോലത്തെ ഒരു കാര്യം പറയാൻ വന്നത്. നമ്മുടെ കലാഭവൻ മണി എന്ന് പറഞ്ഞ പാട്ടുകാരനാണ് നാടൻ പാട്ടുകൾ കൊണ്ടുവന്നത്. ഒരു നാടൻ പാട്ടുകൾ എന്നുള്ള, അതായത് നമ്മളിപ്പോൾ ഉറങ്ങിക്കിടന്ന കുറെ നാടൻ പാട്ടുകൾ ഉറങ്ങിക്കിടന്നത്, അപ്പൊ അതിനൊന്നും ഇങ്ങനെ പൊക്കിയെടുത്ത ഒരാളാണ്. അതെ, അത് ആ നാടൻ പാട്ടുകൾ അദ്ദേഹത്തിന്റെ കൃത്യമായിട്ടുള്ള നാട്ടുപാട്ടുകളായിരുന്നില്ല എങ്കിൽ കൂടിയിട്ട്, എന്നാലും ഒരുപാട് എഴുത്തുപാട്ടുകൾ ഉണ്ടെങ്കിലും ഇതാണ് നാടൻ പാട്ട്, ഇങ്ങനെയായിരുന്നു നാടൻ പാട്ടുകൾ. അതെ അതെ, അത് കൊണ്ടുവന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു അത്തരം ഒരു രീതിയിലേക്ക് നമ്മുടെ നാടൻ പാട്ട് കലാസംഘങ്ങൾ മാറിയിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? ഇപ്പോൾ താങ്കൾ പാടിയപ്പോൾ ഗോത്രവർഗത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സംസ്കാരത്തിൻ്റെ പാട്ടാണ് പാടിയത്. അങ്ങനെ കുറച്ച് സംഘങ്ങളെ ഞാൻ കേട്ടിട്ടുള്ളൂ. മറ്റതൊക്കെ നമുക്ക് പാടി വരുമ്പോൾ മണിച്ചേട്ടൻ്റെ പാട്ടുകൾ അങ്ങനെയായി മാറിയുന്ന ഒരു സംഘങ്ങൾ. ഇപ്പോൾ ഒരുപാട് സമിതികൾ ഇപ്പോൾ ഉണ്ട് നാടൻ പാട്ടുകൾ ചെയ്യുന്നത്. അതെ അതെ. അപ്പോൾ ഇതിനെന്താ വെച്ചാൽ തനതായിട്ടുള്ള അനുഷ്ഠാനങ്ങൾ ചെയ്യുന്ന ടീമുകളും ഉണ്ട്. അതിനെങ്ങനെ വ്യത്യസ്തമാക്കി ചിന്തിക്കാം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന നാടൻ പാട്ടുകളുണ്ട്. അപ്പം എന്നിരുന്നാലും നാടൻ പാട്ടുകൾ എന്ന് പറയുമ്പോൾ ആളുകളുടെ ഉള്ളിൽ എന്താ വെച്ചാൽ നാടൻ പാട്ടുകൾ പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ പല അഭിപ്രായങ്ങളായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള പാട്ടുകൾ മിക്സ് ചെയ്യാറുണ്ട്. അല്ലാത്ത പാട്ടുകൾ, മണിച്ചേട്ടൻ്റെ പാട്ടുകൾ, ഇപ്പോൾ പിന്നെ ഇപ്പോൾ കുറേ എഴുത്ത് പാട്ടുകൾ വരുന്നുണ്ട്, കാസറ്റുള്ള പാട്ടുകൾ. ഇപ്പോൾ മണിച്ചേട്ടൻ അന്നത്തെ കാലത്ത് ചെയ്തിരുന്ന ആ സെയിം സംഭവം ഇപ്പോൾ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ എഴുതിയിട്ട് അത് ഉണ്ടാകുമ്പോൾ പല ആളുകളും വിചാരം ഇതാണ് നാടൻ പാട്ട്. അതാണ് അത്. ജനങ്ങൾക്കിടയിൽ പോലും അത്തരത്തിലുണ്ട്. ഒരു നാടൻ പാട്ട് പാടാൻ ഇന്റർവ്യൂവിൽ വിളിച്ചാലും ചിലപ്പോൾ ചിലർ പാടുന്നത് കലാഭവൻ മണിയുടെ പാട്ടുകളാണ്. പക്ഷെ അതിനേക്കാളുപരി ഇപ്പോൾ ഞാൻ നേരത്തെ ചോദിച്ചത് പാക്കനാർ പാട്ട്, അതുപോലെ ഈ പറഞ്ഞ മരംകൊട്ട് പാട്ട് തുടങ്ങിയ പാട്ടുകൾ. മണിച്ചേട്ടനാണെങ്കിൽ പോലും കുറേ പാട്ടുകൾ എഴുതിയിട്ടുണ്ടെങ്കിൽ മണിച്ചേട്ടൻ അസലായിട്ട് തനതായിട്ടുള്ള പാട്ടുകൾ അറിയാം. ഇപ്പൊ മണിച്ചേട്ടൻ നമ്മുടെ സിനിമയിലൊക്കെ പാടിയിട്ടുള്ള മംഗളായി മഠത്തിലെ പെണ്ണെ മാമ്പഴ കുഞ്ഞോതേ, തിങ്കളായി മഠത്തിലെ പെണ്ണെ മാമ്പഴ കുഞ്ഞോതേ, ആ പാട്ടൊക്കെ തനത് പാട്ടാ. അതല്ലേ, മംഗളായി മഠത്തിലെ പെണ്ണെ മാമ്പഴ കുഞ്ഞോതേ, തിങ്കളായി മഠത്തിലെ പെണ്ണെ മാമ്പഴ കുഞ്ഞോതേ, മംഗളായി മഠത്തിലെ പെണ്ണെ മാമ്പഴ കുഞ്ഞോതേ, തിങ്കളാഴി മഠത്തിലെ പെണ്ണെ മാമ്പഴ കുഞ്ഞോതേ. എൻ്റെ ചക്കി അനുജത്തി ചക്കിക്ക് കല്യാണമായിരുന്നേ, എൻ്റെ ചക്കി അനുജത്തി ചക്കിക്ക് കല്യാണമായിരുന്നേ, മംഗളായി മഠത്തിലെ പെണ്ണെ മാമ്പഴ കുഞ്ഞോതേ, തിങ്കളായി മഠത്തിലെ പെണ്ണെ മാമ്പഴ കുഞ്ഞോതേ. മണിക്കും കുറെ പാട്ടുകൾ അറിയാം. പക്ഷെ അന്ന് ഒരു ക്ലിക്കായത് അദ്ദേഹം പാടി എഴുതിയ പാട്ടുകൾ. അദ്ദേഹമല്ല, മറ്റു പലരും എഴുതി വെച്ചിട്ടുള്ള കുറെ പാട്ടുകൾ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള നാടൻ പാട്ട് ശൈലിയിൽ ശരിക്കും ഒരു ശബ്ദത്തിന്റെ ഒരു ഗാംഭീര്യം അല്ലെങ്കിൽ ഒരു പിച്ച് കയറ്റിയിട്ടുള്ള ഒരു പാട്ടുകളെ കൊണ്ട് മണിച്ചേട്ടനുണ്ട്. പിന്നെന്താ, മണിച്ചേട്ടൻ പാടിയിട്ടുള്ള പാട്ടുകളൊന്നും ഒരിക്കലും ആ പിച്ചിൽ പാടാൻ പറ്റില്ല. മണിച്ചേട്ടൻ്റെ കൂടെ ഒരു വേദി ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ജനനായകയുടെ പ്രോഗ്രാം ഞങ്ങളുടെ നാട്ടിൽ വന്നപ്പോൾ, ഞങ്ങളുടെ കടപ്പുറമത്തുകാവ് നാട്, ഓങ്ങല്ലൂരാണ് സ്ഥലം, പട്ടാമ്പി ഓങ്ങല്ലൂർ കടപ്പുറമത്തുകാവാണ് സ്ഥലം.
അപ്പോൾ അവിടെ ഞങ്ങളുടെ അമ്പലത്തിൽ ഉത്സവത്തിന് അന്ന് ഇതേപോലെ മണിച്ചേട്ടൻ വന്ന സ്റ്റേജിൽ ഞങ്ങളുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പം അന്ന് ഞാൻ ശരിക്കും നല്ല ആഗ്രഹിച്ചൊരു മുഹൂർത്തമായിരുന്നു അത്. മണിച്ചേട്ടൻ്റെ ഒപ്പം കയറി പാടിയതൊക്കെ ഇപ്പോഴും ഓർമ്മയിലുണ്ട്. അപ്പം അന്ന് എന്താ വെച്ചാൽ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്താ വെച്ചാൽ മണിച്ചേട്ടൻ പാടുന്ന റേഞ്ചിലേക്ക് നമ്മൾ പിടിക്കാൻ ഭയങ്കര ഇടങ്ങറാണ്. ഓക്കെ ഓക്കെ, എളുപ്പമല്ല അത് തുടങ്ങുന്നത് തന്നെ ഒരു വല്ലാത്ത പിച്ചിലായിരിക്കും. എനിക്ക് അല്പം നേരിട്ട് പരിചയമുണ്ടോ? അപ്പോൾ ഈ അങ്ങനെ ഒരു സംസ്കാരത്തിലൂടെ കടന്നു വരുമ്പോൾ എനിക്ക് തോന്നുന്നു മിമിക്രിയിൽ അത്തരത്തിലുള്ള നാടൻ പാട്ടുകൾ തന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. മണി വന്നതിന് ശേഷം എനിക്കല്ലേ അത്തരം പരിപാടി. എന്താ വെച്ചാൽ ആളുകളെ ഒന്ന് ഇളക്കണമെങ്കിൽ മണിച്ചേട്ടൻ്റെ പാട്ട് എവിടെ പോയാലും പറയും മണിച്ചേട്ടൻ്റെ പാട്ടില്ലേ. അല്ല, തീർച്ചയായിട്ടും മണി വന്നാൽ പിന്നെ ആ വേദി ഇളക്കി മറിച്ചിട്ടേ പോകുള്ളൂ അല്ല, അങ്ങനെ ഒരു സംഭവമാണ്. അപ്പോൾ ആ ഒരു ഓർമ്മ നമുക്കിപ്പോൾ നിലനിർത്താനുള്ള സമയമാണ് ശരിക്കും പറഞ്ഞാൽ. നമുക്ക് മിമിക്രിക്കാർക്ക് തന്നെ അഭിമാനിക്കാവുന്ന കുറച്ച് ആളുകൾ. ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ ജയന് ശേഷം അത്രയും ജനകീയമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടാക്കി തീർത്തത് മണി തന്നെയാണ് അല്ലേ. ഇപ്പോഴും കൊല്ലങ്ങളായിട്ട് നമ്മൾ മനസ്സിൽ ഓർക്കുന്ന ഒരാളാണ്. എത്രയോ കാലങ്ങളായി നമ്മൾ അദ്ദേഹത്തെ മറക്കില്ല. ഇപ്പൊ ഞങ്ങള് ഇപ്പൊ ജനനായകയുടെ കൂടെ മസ്കറ്റിൽ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു പ്രോഗ്രാം. അവിടെ പോയപ്പോഴും ഇതേപോലെ തന്നെ കുറെ പാട്ടുകൾ പാടിയാലും മണിച്ചേട്ടന്റെ പാട്ടും കൂടെ പാടിയപ്പോ ജനം ഇളകി മറിഞ്ഞു. നമുക്ക് ഈ പറഞ്ഞ നിലയ്ക്ക് മണിയുടെ ഒരു പാട്ട് ശ്രോതാക്കൾക്കായിട്ടൊന്ന് പാടില്ലേ? മണിച്ചേട്ടന്റെ പാട്ട് പാടാം. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണീ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാവില്ലേ, കൂട്ടിനു ഞാനും വന്നോട്ടെ. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണീ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാവില്ലേ, കൂട്ടിനു ഞാനും വന്നോട്ടെ. മിന്നാമിനുങ്ങേ. കലാഭമണിയുടെ ഓർമ്മകൾക്കായിട്ട് ഇങ്ങനെ ഒരു മുമ്പിൽ പ്രണാമം അർപ്പിക്കേണ്ട സമയമാണ് ഇപ്പോൾ അല്ലേ? എന്തായാലും അങ്ങനെ പോട്ടെ. അപ്പോൾ താങ്കളുടെ ഈ സ്വപ്നങ്ങളൊക്കെ അവസാനം ഒരു സിനിമയിലാണ് വന്നെത്തേണ്ടത് അല്ലേ? അതെ, സ്വപ്നം ഇപ്പം എന്താ വെച്ചാൽ ഇപ്പോൾ കുറേ സ്വപ്നങ്ങളുണ്ട്. ഇപ്പോൾ അമ്മ ഞാൻ മാത്രമേ ഉള്ളൂ, അച്ഛൻ മരിച്ചു. അപ്പോൾ ഒരു വീട് എങ്ങനെയും ഇതാക്കണം, പിന്നെ കല്യാണം ഏകദേശം അടുത്ത വർഷമൊക്കെ ഉണ്ടാവും മിക്കവാറും എന്ന് വിചാരിക്കുന്നു. എന്തായാലും അതൊക്കെ സാധിക്കട്ടെ, ഈ കലയിലൂടെ തന്നെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ തിരക്കിനിടയിലും എത്തിച്ചേർന്ന താങ്കൾക്ക് ഒരുപാട് നന്ദി രേഖപ്പെടുത്തുകയാണ്. സുനീഷിൻ്റെ പ്രയാണം അനുസ്യൂതം അങ്ങനെ തുടരട്ടെ. അപ്പോൾ നമുക്ക് ശ്രോതാക്കൾക്കായിട്ട് താങ്കൾ ചെയ്യുന്ന 2-3 സ്റ്റാറുകൾ ചെയ്യാം. ബാബു ആൻ്റണിയുടെ വോയിസ് ചെയ്യാം. ഒരിക്കലും നീ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത പക്ഷേ എനിക്ക് പറയാതിരിക്കാൻ കഴിയാത്ത ഒരു കടങ്കഥ. സൂഫി മരിക്കേണ്ടി വന്നാലും ജാക്സണോടൊപ്പം ജീവിക്കില്ലെന്ന് എന്നും ശാഠ്യം പിടിച്ച സൂഫി. ജാക്സന് ജീവിക്കാൻ സൂഫി മരിച്ചേ തീരൂ. ഇപ്പോ ശിവനും Hello Radio 90.8